പന്തീരകാവ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയെടുത്തു. അന്വേഷണത്തിൽ തൃപ്തിയെന്ന് പെൺകുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന ഏറ്റവും കൂടുതൽ അപ്ഡേഷനുമായി ജോഷില ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ജോഷില. പന്തീരങ്കാവ് പീഡനക്കേസിൽ ഇന്ന് കോടതിയിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇന്ന് പെൺകുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തരാണ് എന്നുള്ളതാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പങ്കുവച്ചത്. പോലീസ് മേധാവികൾ, ACP, കമ്മീഷണർ, അത് കോഴിക്കോട് IG ഇവരൊക്കെ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവർ ഉചിതമായ നല്ല രീതിയിലുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും വളരെ നല്ല രീതിയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എന്നെ വിളിച്ചിരുന്നു. അതേസമയം തന്നെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മുഖ്യമന്ത്രി അടക്കമുള്ളവർ തങ്ങളെ ഏറെ സഹായിച്ചു എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. സ്ത്രീധന പീഡനവും അതുപോലെ തന്നെ ഗാർഹിക പീഡനവും നടന്നു എന്നുള്ള കാര്യത്തിലും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഉന്നയിച്ച ആരോപണങ്ങൾ ഉറച്ചു തന്നെ നൽകുകയാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ മകളെ ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ചു, ഒരു വിവാഹ തട്ടിപ്പ് നടത്തി, ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളല്ലേ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു വിവാഹം നടത്തിയവനോ ഡിവോഴ്സ് ചെയ്യാതെയല്ലേ വിവാഹ തട്ടിപ്പല്ല നടത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരെ അടക്കം ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ സഹായിച്ചതിൽ അദ്ദേഹം നന്ദി പറയുകയുണ്ടായി. പെൺകുട്ടിയുടെ രക്തമാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ രാഹുലിന്റെ കാറിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു. രക്തക്കറയുള്ള കടലാസും, അതായത് രാഹുലിന്റെ കാറിൽ നിന്ന് കണ്ടെത്തിയ കടലാസും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ രക്തവും ലാബ് ടെസ്റ്റിനായി അന്വേഷണ ഉദ്യോഗസ്ഥർ അയച്ചിട്ടുള്ള കാര്യവും അദ്ദേഹം ഇന്ന് പങ്കുവെക്കുകയുണ്ടായി. എന്തായാലും അന്വേഷണം വളരെ ക്രിയാത്മകമായി തന്നെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ബന്ധുക്കളടക്കം പങ്കുവച്ച കാര്യം. അതുപോലെ തന്നെ രാഹുലിനായുള്ള അന്വേഷണവും വളരെ ഊർജിതമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.